എല്ലാവർക്കും SB അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു തരി വട്ടാണ്. അതിന് വേണ്ടി ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്, ഒരു മുറി തേങ്ങ, 3 ടീസ്പൂണ് എള്ള്, 3/4 ടീസ്പൂണ്, 3/4 ബൗള് പഞ്ചസാര. ഇത്രയും സാധനം വെച്ചിട്ട് തരിവട്ട എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. റവയിലേക്ക് ഒരു തേങ്ങ ചെറുകി വെച്ചതാണ്, അത് ഇട്ട് കൊടുക്കുക. എള്ള് കഴുകി ഊറ്റി വെച്ചതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി. ഇത് നല്ല പോലെ കൈ കൊണ്ടൊന്ന് ഇതുപോലെ തിരുമ്പി എടുക്കണം. തേങ്ങയുടെ തിരുമ്പണ ആ ഒരു വെള്ളത്തിൽ വേണം റവ ഒന്ന് നല്ലപോലെ ഇതാക്കാൻ. തേങ്ങാപ്പാലിലൊന്ന് നനഞ്ഞ് വരണം. അതുപോലെ നല്ലപോലെ ഒന്ന് തിരുമ്പി എടുക്കുക. ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമ്മൾ തിരുമ്പി വെച്ച റവ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അധികം കരിയാതെയും ചുമന്ന കളറൊന്നും വരാൻ നിൽക്കരുത്. ഇത് നല്ലപോലെ തേങ്ങ ഇതൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. റവയും തേങ്ങയൊക്കെ നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. നല്ല കരിയണ്ട, വേണ്ട, നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇറക്കി വെച്ചിട്ട് പഞ്ചസാര പാനി ഉണ്ടാക്കാം. ഇതിലേക്ക് ഇതേ 3/4 ബൗള് പഞ്ചസാരയാണ്, അത് നമ്മൾ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കും. 2 ബൗള് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് അലിഞ്ഞ് വരണം. നമ്മുടെ പഞ്ചസാര ഒക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. പഞ്ചസാര ഒക്കെ നല്ലപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾക്ക് 1 സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുക. 1.5 സ്പൂണ് ഏലക്കപ്പൊടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് പഞ്ചസാരയും ഒക്കെ നല്ലപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഒക്കെ തിളച്ച് കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ട്. അധികം കട്ടി പോലെ ഒന്നും ആക്കണ്ട, അതേ പരുവത്തിൽ ആക്കിയാൽ മതി. നമുക്കിത് തീ ഓഫിലേക്ക് വെച്ച ഈ പഞ്ചസാര പാനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ വേണം ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി കൂട്ടിയെടുക്കാൻ, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. ഇതുപോലെ ഇതിൻ്റെ അച്ചു വെച്ചിട്ട് നമുക്കൊന്ന് അമർത്തി കൊടുക്കണം. അമർത്തി ഒന്ന് പാകമാക്കി ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് മെല്ലെ ഊരിയെടുക്കുക. തരിവട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്.